പ്രിയരെ, ജാനുവരി 30 എന്നത് ICDയുടെ ഒരു അഭിമാന ദിവസമാണ്. 29 വർഷങ്ങൾക്ക് മുമ്പേ 1995 ജാനുവരി 30-നാണ് ICD എന്ന ഞങ്ങളുടെ കൊച്ചു സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. അഭിമാനകരമായ 29 വർഷം പിന്നിട്ടു. ഞങ്ങളുടെ സ്ഥാപനത്തിലൂടെ ജോലി കിട്ടിയവരുടെ എണ്ണം 13,500-നപ്പുറമായി. ഇതെല്ലാം സാധ്യമാക്കിയത് ഞങ്ങളുടെ വിദ്യാർത്ഥികളായി വന്നവരുടെ കഠിന പരിശ്രമമാണ്. ഞങ്ങൾ വെറുമൊരു ചൂണ്ടുപലക മാത്രമായിരുന്നു. 25 കൊല്ലങ്ങൾക്ക് മുമ്പേ സ്ഥാപനം ആരംഭിച്ചപ്പോൾ സ്ഥാപനത്തിൽ ആദ്യമായി ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളെ പോലും എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ICD ഇങ്ങനെ വികസിച്ച് ഇന്ന് മത്സര പരീക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഇൻഫ്രാസ്ട്രക്ചറായി മാറും എന്ന് കരുതിയിരുന്നില്ല. അതൊരു യാത്രയായിരുന്നു. എന്നോടൊപ്പം എന്നിൽ പ്രതീക്ഷ കൽപ്പിച്ച് മുമ്പോട്ട് വന്ന എൻ്റെ വിദ്യാർത്ഥികളും. കഠിന പ്രയത്നം മാത്രമാണ് ഞാൻ അന്നും ഇന്നും എൻ്റെ വിദ്യാർത്ഥികളെ ഉപദേശിച്ചിരുന്നത്. തികഞ്ഞ അർപ്പണബോധത്തോടെ ആത്മവിശ്വാസത്തോടെ പ്രയത്നിച്ച പരശതം ആൾക്കാർക്ക് ജോലി നേടിയെടുക്കാൻ കഴിഞ്ഞു. ഇന്ന് ഇന്ത്യയിലെ ബിഗസ്റ്റ് ബാങ്കിങ് ബ്രാൻഡായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ആയിരക്കണക്കിന് ICDക്കാരുണ്ട്. കേരളത്തിലൊരു 80% ബാങ്ക് ബ്രാഞ്ചിൽ പോയാലും ഒരു ICDക്കാരനെങ്കിലും ഉണ്ടാകും. ബാങ്കുകളിൽ മാത്രമല്ല, ഇൻഷുറൻസ് കമ്പനികളിൽ, ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ, കേരള ഗവൺമെൻറ്റിൽ, കേന്ദ്ര ഗവൺമെൻറ് വിവിധ വകുപ്പുകളിൽ, ഹൈക്കോടതിയിൽ ഒക്കെ ICDക്കാർ അഭിമാനപൂർവ്വം വർക്ക് ചെയ്യുന്നുണ്ടാവും. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും വിജയം നേടി ICDയിലൂടെ വിജയം നേടി ഓരോരുത്തർക്കും ICDയെക്കുറിച്ച് കഥകൾ ഓർക്കാനും പറയാനും ഉണ്ടാകും. പലപ്പോഴും എൻ്റെ വിദ്യാർത്ഥികൾ, ഇപ്പോൾ ബാങ്കിലൊക്കെ അവർ വലിയ പൊസിഷനിലായിരിക്കുന്ന ആൾക്കാർ പറയും, ഞങ്ങളുടെ ഒരു കണക്റ്റ് എന്ന് പറയുന്നത് ICDയാണ്. പലപ്പോഴും മറ്റ് ബ്രാഞ്ചുകളിലൊരു കാര്യം സാധിക്കണമെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ച് വരുമ്പോൾ ഒരു പക്ഷേ ICD ആയിരിക്കും അവരുടെ ലിങ്ക്. അപ്പോൾ ഏത് വർഷം പഠിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ അവരൊരു മതമായി മാറുകയാണ്. 2020 കോവിഡ് പൊട്ടിപ്പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പേ ICD അതിൻ്റെ 25ാം വാർഷികം ആഘോഷിച്ചു. ആ വേളയിൽ ധാരാളം ആൾക്കാർ, ICDയിൽ പഠിച്ചിറങ്ങിയ ധാരാളം പേര് വന്നു. വി ഓൾ ഹാഡ് എ ഗാദറിങ്. നമ്മളുടെ കല്ലുവാതുക്കൽ ക്യാമ്പസിൽ ധാരാളം പേര് വരികയും എല്ലാവരെയും കാണാനും പരിചയം പുതുക്കാനും ഒക്കെ കഴിഞ്ഞു. 29ാം വർഷത്തിലും ICD അതിൻ്റെ യുവത്വം കീപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ കാരണം വളരെ സിമ്പിൾ. ഓരോ വർഷവും ICDയിലേക്ക് വരുന്നവർ അവർ ഒരേ ഏജുകാരാണ്. 1995 വന്നവരും 2024 വരുന്നവരും ഒരേ ഏജുകാരാണ്. അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും യുവത്വം സ്ഫുരിക്കുന്ന സമയത്താണ് അവർ ICDയിൽ വരുന്നത്. ഏറ്റവും കൂടുതൽ പ്രതീക്ഷകൾ ഉള്ള സമയത്താണ് അവർ ICDയിൽ വരുന്നത്. അപ്പോൾ അവരോടൊപ്പം പ്രവർത്തിക്കാൻ, ആസ്പയറിംഗ് മൈൻഡ്സിനോട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ICDയുടെയും എൻ്റെയും ഭാഗ്യമെന്ന് ഞാൻ കരുതുന്നത്. ICD എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഡു നോട്ട് എക്സ്പെക്റ്റ് മാജിക്സ്. മാജിക്കുകൾ പ്രതീക്ഷിക്കരുത്. ദർ ഇസ് നത്തിങ് കോൾഡ് ലക്ക് ഇൻ ലൈഫ്. ലക്ക് ഈസ് നത്തിങ് ബട്ട് ഗുഡ് പ്രിപ്പറേഷൻ meeting with opportunities. Anticipate opportunities and start working. പ്രതീക്ഷ അർപ്പിച്ച് ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നവർക്ക് ICDയിലേക്ക് സ്വാഗതം. അവരാണ് എന്നും ICDക്ക് വിജയം കൊണ്ടുവന്നത്. 2024 എല്ലാവർക്കും ഒരു വിജയവർഷമായി മാറട്ടെ. ICDയുടെ 29ാം വാർഷിക ദിനത്തിൽ ICDയിൽ പഠിച്ചവരും ജോലി നേടിയവരെയും എല്ലാവരെയും ഓർക്കുന്നു, സന്തോഷപൂർവ്വം ഓർക്കുന്നു. നല്ലത് വരട്ടെ.